ഇന്ന് കെണി വെക്കാൻ ആരെയും കിട്ടിയില്ലല്ലോ. അതിന് പറ്റിയ ഒരാളെ ഞാൻ പുറത്ത് എത്തിയിട്ടുണ്ട്. വിളിച്ചോളൂ. ഒരു ഒരു ബാഗുണ്ട്. ഞാനെന്ന് പറഞ്ഞില്ല, ആ പണിക്കരുതാണ്. ഇതാണ് ആ പണിക്കര്. വല്ലാത്ത ജാതി പണിക്കര്. പണിക്കര കോലല്ലേ ഇതല്ലേ കോലം? പൊന്നാര പണിക്കര, ഞാൻ വലിയൊരു അതാപില. ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു നിധി ഉണ്ട്, അത് നമുക്ക് എടുക്കണം. ആ വീട്ടില് നിധി ഇല്ലല്ലോ. അപ്പോ നിങ്ങളെന്നെ പറ്റിച്ചതാ? എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു തരാൻ പറയും. ഇനി ഒരു വഴിയുണ്ട്. അവിടെ നിധി ഉണ്ടാക്കണം. ആ, ഇല്ലാത്ത നിധി ഉണ്ടാക്കണം. അപ്പൊ നീതി ഉണ്ടെന്ന് പ്രചരിപ്പിക്കണം. അതിനിപ്പം പറ്റും. അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചാൽ നിങ്ങളുടെ സ്വത്തിന് അപാര വില കിട്ടും. ബാക്കി കാര്യം ഞാനേറ്റ്. കഴിച്ചിലായി പണിക്കരെ, കഴിച്ചിലായി. നാളെ മുതൽ അതിനുള്ള പുറപ്പാടിലാണ് ഞാൻ. പണിക്കരത്ര മോശമല്ലാന്നൊന്ന് പറഞ്ഞേക്ക്. പണിക്കരെ അത്ര മോശക്കാരനല്ല. സംശയം ഉണ്ടോ? അത് പോട്ടെ, പണിക്കർക്ക് നിങ്ങൾ എന്താ കൊടുക്കും? പണിക്കർക്ക് എന്തും കൊടുക്കും. അമ്മാതിരി മുതലല്ലത്. വല്ലാത്ത ജാതി. നാളെ ഓ, ഞാൻ നിങ്ങളെ വീട്ടിക്ക് വരാം. വെക്കാം. എത്ര? 2000 പോരാ. 1000 കുറച്ചൂടെ? പറ്റൂല. 5 കൊടുക്കാം. പണിക്കരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചോദിക്കും. 5000. ചോദിക്ക്. പണിക്കരെ, അയാളെ 5 തരാന്നാ പറയണേ. 10 പിടിച്ചോ. 10? ഞാൻ പോയി ചോദിച്ചു നോക്കട്ടെ. 10 എന്നാ പറയണത്. നടക്കോ? ചാമ്പിക്കോ? 8ന് ചാമ്പിക്കോ? 8 ചോദിച്ചോക്കട്ടെ. 10 നടക്കൂലാന്ന്. 8 പിടിച്ചോ. 8 പകുതി എനിക്ക് തരണം. ഇല്ല, 3 5. 3 നിനക്കും 5 എനിക്കും. അതും പിടിച്ചോ. ബുദ്ധി എന്റേതാണ്, മനസ്സിലായോ? ബുദ്ധി എന്റേതാണെന്ന്. അവ മുക്കാലും കാലും. എന്നാ അങ്ങനെ ശരി, ചോദിച്ചോക്കട്ടെ. ചോദിച്ചു നോക്ക്. 8 ഞമ്മക്ക് കാണാണ് ചോദിക്കണത്. ഞമ്മക്ക് കാണാ. 10 ആക്കണ്ട. 8 കൊണ്ട് ചാമ്പ്. 8 പണ്ടറടക്കാം. 8 എന്തായാലും കിട്ടി. ഉറപ്പിച്ചോളി. എന്നാ ശരി. എന്നാ പണിക്കരെ, ഞാൻ അങ്ങോട്ട് പോട്ടെ. പൊക്കോളൂ. കാര്യങ്ങളൊക്കെ നടക്കണം. ഭംഗിയായിട്ട് നടക്കും. ഇനി അടുത്ത കെണി നോക്ക്. ഏത്? ഇതൊക്കെ തന്നെയല്ലേ ബുദ്ധി ഉപയോഗിക്കല്. ഇങ്ങനൊക്കെ തന്നെയല്ലേ കാശുണ്ടാക്കല്. ഇതൊക്കെ തന്നെയല്ലേ കെണി. ഞാൻ രാവിലെ പറഞ്ഞ കെണി ഇതൊക്കെ തന്നെയാണ്. മുക്കാലും കാലും. കാല് തനിക്കും മുക്കാലെനിക്കും. കമ്മീഷൻ കേട്ടോ? നാളെ രാവിലെ ഞാൻ നോക്കാം. ഓക്കെ. ശരി. രാത്രി യാത്രയില്ല. പോയിക്കോളൂ. ഒന്ന് ചോദിച്ചു ചെന്നാണി. ബാപ്പാനെ കാണുമ്പോ ബഹുമാനിക്കും പഠിക്കും മക്കളെ. ചെല്ലി പോയി കളി. എപ്പോ നോക്കിയാലും മൊബൈൽ മക്കളിയാ. 4 കൂടെ ഒത്തിയപ്പോ എന്നെ പറയും വേണ്ട. പോയി അവിടുന്ന് വാക്ക് വയ്ക്കും. വല്ലാത്തടങ്ങളുടെ കൂടി എന്താ കണ്ടുക്കണേ. എവിടേക്കാണ് എത്തുക? ഇന്നെ കൊണ്ടാവൂല. എവിടൊക്കെ എത്തുന്ന ആർക്കറിയാം. ഓ പടച്ചോനിച്ച് കാക്ക്. എന്തോ അപ്പാക്ക് ഭ്രാന്തായ? പിരാന്ത അനക്കറിയോ? അന്നെ കെട്ടിക്കാൻ കിട്ടുന്ന പാട്. നിങ്ങളുടെ ഇഷ്ടം എന്താ നിങ്ങൾ ചെയ്തോളി. ഭ്രാന്ത് അത്ര ഭ്രാന്ത്. ഇന്നോടാ കളി നടക്കൂല ഓളെ. എവിടേക്കാ പെണ്ണുങ്ങളെ കളി? നിങ്ങളുടെ മോളെ കാണാൻ. എന്തിനു മോളെ കാണാൻ? ഇങ്ങോട്ട് വല്ലതും കൊടുക്കുവോ? അതൊന്നും കൊടുക്കൂല. പിന്നെ എന്തിനാടി? ഞങ്ങക്ക് ഓളൊന്ന് കാണണം. നിങ്ങൾ കണ്ട ഓൾക്കൊന്നും കൊടുക്കൂല്ലോ. പിന്നെ എന്ത് കാണാനാ? നിങ്ങളെ പാട്ടും ഡാൻസ് ഒന്നും ഇവിടെ നടക്കൂല. ഒന്ന് പോയേടി അവിടുന്ന്. വർഗങ്ങള്. ഒന്നിവിടെ, മറ്റേതവിടെ, പിന്നെ ഇവിടെ. നിങ്ങളോട് അച്ഛൻ നാളെ പണിക്ക് വരാൻ പറഞ്ഞു. നാളെ ഞാനൊന്ന് ആലോചിക്കാം ട്ടാ. ഞാനൊന്ന് ആലോചിച്ചിട്ട് വരാം. ഞാൻ വരാം. കുട്ടികൾ പോയിക്കോളി ട്ടാ. ഒരാള് മരിച്ച് 2 പിടിച്ചോട്ടി കമ്പനി വെല്ലടിച്ച് തത്തമ്മ വാരാട്ടി. എന്താ മോനെ നിന്റെ കോലം?
നീ പെയിന്റ് അടിക്ക് പോയിട്ട് വേണോ ഇക്കാക്കാക്ക് ജീവിക്കാൻ? അവിടെ നിൽക്ക്. നീ എവിടുക്ക? നീ പാട്ട് പാടിയിട്ട് വേണ്ട ഇക്കാക്കാക്ക് ജീവിക്കാൻ. ഇഷ്ടം പോലെ മുതല് ഇക്കാക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ സൗകര്യത്തിന് പാട്ട് പാടണ്ടേ? പാട്ട് ഒരു ഹിറ്റായ പാട്ട് എനിക്ക് പാടണമെന്നുണ്ട്. ഒരു പാട്ട് ഞാൻ പാടി, പൂമഴ പാടി. അടുത്ത പാട്ട് ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കല്ലേ? അങ്ങനെയാണല്ലേ? അല്ല, എനിക്ക് മനസ്സിലാവുന്ന കാര്യം, അവനൊരു പാട്ട് പാടുന്നത് അതുകൊണ്ട് ഓക്കെ, അവനൊരു കലാകാരനാണെന്ന് വെക്കാം. നീ എന്ത് കണ്ടിട്ടാണ് ഈ പെയിന്റ് അടിക്കാൻ നടക്കുന്നത്? മേസ്തിരി മോളെ കല്യാണം കഴിക്കാൻ പുതിയായിട്ട്. ആഹാ, പൊന്നു മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. നീ വിചാരിക്കുന്നത് പോലെ ആ പെയിന്റിങ്ങാരൻ അത്ര നല്ല മനുഷ്യനല്ല, മഹാവടക്കാണ്. എനിക്ക് ആളുടെ മോളെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പെയിന്റ് പണിക്ക് പോണത്. എനിക്ക് കല്യാണം കഴിച്ചായിരുന്നു. അതേതായാലും നന്നായി. മോൻ വിചാരിക്കുന്ന പോലെ നമുക്ക് കാര്യങ്ങൾ നടത്താം, അടിപൊളിയാക്കാം. നീ പാട്ട് പാടി എന്ത് വേണമെങ്കിലും ചെയ്തു, ഇക്കാക്കൊരു പരാതിയില്ല. പക്ഷെ എന്റെ മക്കള് എന്റെ ഇടത് കണ്ണും വലത് കണ്ണുമാണ്. എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എടാ ആസാദേ, പിന്നെ ഒരു 10 സെന്റും പുരയിടവും കൂടെ നല്ല താപ്പിന് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ എടുത്തിട്ട് കുഞ്ഞാന്റെ പേരിലാക്കിയാലോ? ഇതൊക്കെ നമ്മൾ എടുത്തിട്ടില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ഒരു ഉത്തരവാദിത്തം വരണമെങ്കിൽ അവനൊരു വീടും സ്ഥലം വാങ്ങിച്ചു കൊടുക്കും. അവൻ ആ പെണ്ണിനായിട്ട് നടക്കല്ലേ? എടാ, അതാണ് ഞാൻ പറഞ്ഞത്. അവൻ ആ പെണ്ണിനേറ്റ് കഴിയാൻ ഒരു വീട് വേണ്ടേ? അല്ല, നിന്റെ മന്ദാരമേ വളരെ ഇറ്റാണല്ലോ. ഓ, അത് ഭയങ്കര ഇറ്റാ. പണിക്കാരും കാണാനില്ലല്ലോ. മോളെ കൊണ്ട് ഇപ്പൊ പ്രേമിച്ചോണ്ടൊരു കാര്യം ഉണ്ടായി. ഓനങ്ങോട്ട് കൊടുന്ന് കിട്ടിയല്ലോ. ഇനിയിപ്പോ മറ്റേ ഭാനം കൂടി വരാണ്ട്. അത് നന്നായി. ഇജ്ജൊരു പണി ചെയ്തോ? ഇജ്ജ് പോയി പെയിന്റ് അടിച്ചോ? മോള് ഇവിടെ ഞാനും കൂടി പോവാ. ഇജ്ജും പോവാ? ബാബയ്ക്കൊരു സഹായമായി എനിക്കൊരു ഉപകാരം. പോയിക്കോടി. നല്ല ജോഡിയാ. പണിക്കരേ ഒരു വട്ടം കൂടി കാണേണ്ടി വരും. നാട്ടുപർമാണി ഓക്കെ ആയാൽ കല്യാണം അങ്ങോട്ട് പൊടിക്കും. പണിക്കർ ഒന്നുണ്ട് കനിയണം. അച്ഛനെവിടെ? ഒരു പെണ്ണുമാണ് കൂടിയാണ് പെയിന്റ് അടിക്കാൻ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വാ, അച്ഛനോട് പോയി പറയാ. എൻ്റെ 2 മക്കളും എല്ലാം തിന്ന് നശിപ്പിക്കുക. എന്താ ചെയ്യാ? എന്താ മക്കളെ? ആണും പെണ്ണും കൂടി പെയിന്റ് അടിക്കാൻ വന്നു. പെയിന്റ് അടിക്കാൻ ഒരു പെണ്ണാ? എന്തപ്പത് കഥ? കാലം പോയ പോക്കേ. വാ, പോയി നോക്കാം. നിന്റെ പിന്നാലെ നടന്ന നിന്റെ ഇക്കാക്ക നമ്മളെ കല്യാണം നടത്തിയരോ? പിന്നെന്താ, എന്തായാലും എന്റെ കാക്ക നടത്തി തരും. അല്ല പെണ്ണേ, നീ എന്താ പെയിന്റ് അടിക്കാൻ വന്നാണോ? എന്തേ പെണ്ണുങ്ങൾക്ക് പെയിന്റ് അടിച്ചൂടെ? ഡാ, നിന്റെ മേസ്ത്രി എവിടെയാ? ഓൺ ദ വേ വന്നോണ്ടിരിക്കാണ്. ആള് വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പുഞ്ചിരി തൂകി കെസും പാട്ട് പാടി നടക്കണ പാവാടക്കാരി റസിയ. അതിപ്പോ ആ ഗുരുക്കൾ ഭാവവൈദ്യരുടെ പാട്ടന്നല്ലേ? ആ മന്ദാരം ഇപ്പൊ ഇറ്റാവും ചെയ്തല്ലോ. എന്റെ വാപ്പയുടെ കഞ്ചാവ് കടിച്ചിട്ട് പാട്ടും പാടി വരും. എന്റെ ബാപ്പനെ കുറിച്ച് അല്ല, ഇന്നിപ്പോ പണി വേണോ? എന്താക്കാ, മഴക്കാലല്ലേ വരണേ? ഈ പണിയൊക്കെ തീർക്കണ്ടേ? എന്നുവെച്ചാ പണിക്കാരച്ചക്കം വന്നിട്ടില്ലെന്ന് ഇബ്ലാച്ച ബെല്ലപ്പോ ഇങ്ങനെ ഒട്ടി അടക്കുക. എന്നാലും വേണ്ട വെച്ചാലോ? ആ വരണ മണ്ടൻ. ഓ, വന്നോ? മണ്ടനല്ല, തിരുമണ്ടൻ. ഈ ഉയരം മുഴുവൻ ഞാൻ കയറി അടിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, ആ പൂക്കാനെ കൊണ്ട് കയറിപ്പിക്കും. അതാ നല്ലത്. അത് പൊളിക്കും. എന്താ എന്റെ കോലം? ഇപ്പൊ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പെയിന്റ് അടിക്കാൻ വന്നതാ? ഏടാ, ഇജ്ജ് സിനിമ നടനൊന്നുമില്ലല്ലോ. ഇജ്ജ് പെയിന്റ് അടിക്കാൻ വന്നതല്ലേ? ആ കോലത്തിൽ വാട കുട്ടിയെ. പിന്നെ പണിക്കരത്ത് പോവാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പണിക്കടുത്ത് പോകുമ്പോഴല്ലേ? ഇജ്ജിപ്പൊ ഇവിടേക്ക് വന്നേ പെയിന്റ് അടിക്ക. അതിനനുസരിച്ച് കോലത്തിൽ വാ കുട്ടിയെ. എന്നാ പിന്നെ പെയിന്റ് കറക്കി. ഓനൊരു നാടൻ. മോളെ, എന്നാ പോയിക്കോളിട്ടാ കുട്ടി, പോയിക്കോളി.
അന്നാ വേഗം തുടങ്ങല്ലേ നമുക്ക്. ആ തുടങ്ങായി. ഈ സംഘടനയോട് എല്ലാം തുറന്നു പറഞ്ഞു. ആ എന്താ പാട്? ആ ആരെ മാനുയാ? എന്തൊക്കെയാ വിശേഷം? സുഖാണ്. കേറിയിരിക്കേ. ഇല്ല, ഞങ്ങളെ ഒരാളെ പറ്റി പറയാൻ വന്നു. ആരത്? ആ പെയിന്റ് അടിക്കാൻ വന്ന ഫിറോസ് ഇല്ലേ, അവൻ കുറച്ച് മോശമാണ്. എനിക്കറിയാം, ഞാൻ അതാ ഇവിടെ തന്നെ ഇരിക്കുന്നു. ആ നാട്ടുപ്രമാണി അനിയൻ ഇപ്പൊ ഇവിടെ വരും. ഇല്ല എന്ന് പറയണ്ട. ഇല്ല പറയില്ല. ആയിക്കോട്ടെ, പോട്ടെ. വേറെ വിശേഷമൊന്നുമില്ല. അല്ല ഒരു ചായ ആയിക്കോട്ടെ. ആ വിശേഷമൊന്നുമില്ല. ശരി. ഈ പെയിന്റ് അടിക്കാൻ വന്ന ദജ്ജാൽ ഇപ്പൊ എവിടുക്ക പോയി? ഞാനിവിടെ ബലാലജി ഇവിടെ ഉണ്ടോ? വന്നാണ്. അനക്ക് 2 പൊട്ട് പൊട്ടണം, എന്നാലജി നേരാവുള്ളൂ. പണിക്കരത്ത് പോകാനും മന്ത്രവാദത്തിന് പോകാനും ഞാനേ നിങ്ങളെ കൂടെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പെയിന്റ് അടിക്ക്. ആ ചെക്കനും നിങ്ങളെ മോള് ലൈൻ അടിക്കണതേ ഞാൻ നാട് മുഴുവൻ പാട്ടോ. ഓനെ കിട്ടും. ആ കെട്ടും. നമുക്ക് കാണാം. ജയ് ആ പെയിന്റ് കളിക്ക് പണിയെടുക്കാൻ നോക്ക്. പ്രേമം പരത്താൻ നടക്കണം. എടാ പോത്ത ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയല്ല അടിക്ക. എത്ര കാലായിട്ട് നല്ല കാര്യം. ഒരു പണി എടുക്കാൻ നിങ്ങൾ എന്താ രണ്ടുപേരും കൂടി ഇവിടെ ഇത്ര ലഹള ഉണ്ടാക്കുന്നേ? ഇയാള് വെറുതെ കച്ചറ. ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ? വല്ല കാര്യമുണ്ടോ? വൈകുന്നേരം ആകുമ്പോ കൂലി തരണ്ടേ? വേഗം ചെയ്യ പണി. എല്ലാത്തൊരു സാധനം. ഞാനായിട്ട് പോവാ. വേഗം നോക്കണ്ട മോനെ. കൂലി ഒന്നും വേണ്ട നിനക്ക്. വിടരുതാണ്. ഇതിപ്പോ കുലുമാലായല്ലോ. കൊണ്ടുപോടാ, അവനെങ്ങനെ കൊണ്ടുപോടാ. നിന്നെ തേടി നടക്കുകയായിരുന്നതാ മോനെ. നിങ്ങൾ കാണിക്കണേ. നിങ്ങൾ അങ്ങനെ ഇവനെ അടിക്കല്ലേ? അവന്റെ വീട്ടിൽ കുറച്ച് ദിവസം ഭക്ഷണം കഴിച്ചല്ലേ? ഞങ്ങളുടെ ഒരു കോടി മുഖ്യവനാ നീ. ഒരു കോടിയാ? നിങ്ങളൊരു കോടി മുക്കിയത് ഞാനല്ല. പിന്നെ ആരടാ? അത് വേറെ ആൾക്കാരാ. എല്ലാം ഞാൻ കാണിച്ചു തരാം. ഒരു ദിവസത്തെ സമയം എനിക്ക് തരാം. ഒരു ദിവസം ഞാൻ തരാം. മതിയോ? പറയണം കേട്ടോ? അല്ലക്ക, അപ്പൊ നമ്മുടെ വീട്ടിൽ പണി എന്തായി? എനിക്കറിയില്ലല്ലോ ഇപ്പൊ ഇതാ പാടുന്നുള്ളത്. ഇതിനൊരു തീരുമാനമായ അവിടെ തീരുമാനമാവും. എന്നാലും 1 കോടി ഉറുപ്പ്യ നിങ്ങൾ ഒരുമാതിരി മക്കാറാക്കരുത്. എന്റെ പെണ്ണ് പിടിച്ച കൊമ്പ് പൊളിങ്ങോ പെണ്ണെ. എന്റെ അനിയന്മാർക്കുള്ള പൈസയാണ് അതറിയോ? 1 കോടി. അന്നാ നിർത്ത്. ഞാനും വരാം നിങ്ങളുടെ കൂടെ. ഈ പ്രശ്നം ഞാനും വന്ന് തീർത്തുതരാം. നിങ്ങൾ ഉറപ്പ് തരണം, അല്ലാതെ ഞാനിവിടെ വിടില്ല. അവനെ ഞാൻ കൊണ്ടുവരാം, ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ പറഞ്ഞത് ഉറപ്പല്ലേ? എന്നാലേ പോയിക്കോ. വാടാ. ഈ ചെങ്ങായി തന്നെ 10,000 കൂര നടന്ന പോലെ അവിടെ ഇരിക്കട കഴിഞ്ഞ പാത്തിച്ച്. ഞാനേ ഒരു അത്ഭുതം പറയാൻ വന്നതാ. എന്താ അത്ഭുതം? ഉണ്ടായ പുകിലപ്പങ്ങൾ അറിഞ്ഞില്ലേ? ആ ചക്കനക്ക് തല്ലി കിട്ടിയല്ലേ? അതൊക്കെ ഞാൻ അവിടെ അറിഞ്ഞിക്കണ്.
ആരാ പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞിക്കണ ചങ്ങായി. നമുക്ക് ദിമത്തിനല്ല കളി, ഇത് കണക്കൂട്ടിലെടുത്തക്കലും ബോംബിളിക്കലൊക്കെ തന്നെ. 1 കോടിയാണ്, 1 കോടി. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഞമ്മക്കുണ്ടാവുമല്ലോ അതിന്റെ ഒരു വിഹിതം. അല്ല ഫിറോസ് തല്ലിട്ട് നിൽക്കട്ടെ, ഈ എന്താ കുരുത്തം കെട്ടതായത്? വിഹിതം ഞമ്മക്കുണ്ടാവൂലേ? ഇത് കണ്ടവർക്ക് ഇങ്ങനെ ഒരൊക്കെ സക്കാത്തിന്റെ കൈ വിധമൊക്കെയല്ല. ജീവാണി പോയിക്കോളി. അനക്ക് എപ്പോ നോക്കിയാലും കൈക്കോട്ടിനെ പോലെ അങ്ങോട്ട് അങ്ങോട്ടെന്ന് വിചാരം മാത്രമേ ഉള്ളൂ. എന്റെ മോളും നിങ്ങളെ മക്കളും ചെങ്ങാഴ്ചകളാണ്, ആ കാര്യം മറക്കണ്ട. ഒന്ന് ഇറങ്ങി പോടെ ഇവിടുന്ന്. ഇല്ല നേരകം കലക്കി ഒരു ഉളുപ്പില്ലാണ്ട് കരി വലിച്ചാകുമ്പോ കയറി വരുങ്ങണം ഓരോരുത്തര്. ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര്. ഇക്കേനോട് പറഞ്ഞിട്ടേ നമ്മളെ കല്യാണം നടത്തിക്കൂടെ? ഞാൻ ഇക്കനെ കാണാൻ വരാം. അങ്ങനെ ആയിക്കോട്ടെ, ഞാനുള്ള ടൈമിൽ പോരെ. ഞാനുള്ള സമയത്ത് വായോട്ടോ. ആ, ഞാൻ ഇന്ന് വരാം. എടാ ആസാദേ, ആ നമുക്ക് കുഞ്ഞോന്റെ കല്യാണത്തെ പറ്റിയൊന്ന് ആലോചിക്കണ്ടേ? ആ പിന്നെന്താ? പിന്നെ ആ കുട്ടി ഒരു പാവാണ്, ആ പക്ഷേ ആ തന്ത മഹാവടക്ക. അതന്നെ. പിന്നെ പോരാത്തതിന് വേറൊരു കാര്യം ഉണ്ടടാ, അയാളുടെ കൂടെയുള്ള പെയിന്റ് അടിക്കാരനാണല്ലോ നമ്മുടെ കാശ് മുക്കിയത്. ആ അങ്ങനെയുള്ളൊരു വിഷമമുണ്ട്. അല്ല ഇക്ക് നാളെ റെക്കോർഡിംഗ് ഉണ്ടല്ലോ. എന്താ മോനെ, നീ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്ക്. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതാൻ പറ്റൂല, നമ്മുടെ കുഞ്ഞോന്റെ കാര്യല്ലേ. ആ എന്താ മോളെ? ഇക്ക ഇങ്ങളോട് രണ്ടുപേരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞങ്ങളുടെ കല്യാണ വിഷയം. ആ കാര്യം തന്നെ ഞങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപ്പാക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ വാ. എന്തോ എന്റെ സന്തോഷം. ഇരി. പിന്നെ മോളെ, ഒരു ചെറിയ വിഷമമുണ്ടെന്ന് പറഞ്ഞാല്, നിന്റെ ഉപ്പാന്റെ കൂടെ ഉള്ള ഒരാള് ഞങ്ങൾക്ക് ഒരു പൈസ വിഷയമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇരുന്നോ? കാരണം ഞങ്ങളെ പൈസ പറ്റിച്ചു പോയി. അതും സ്നേഹം തമ്മില് എന്താ വ്യത്യാസം? അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ മോളെ. ഞങ്ങൾ തയ്യാറാണ്, അതിനുള്ള ഒരു ഉടമ്പടി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ മോളെല്ലാം അറിയണല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. ഉപ്പ അങ്ങനെ തന്നെയാണ്. അത് വിചാരിച്ചിട്ട് ഒരിക്കലും ഇല്ല. ഇക്ക, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്താ കല്യാണം കഴിക്കാത്ത? ഞാനേ കല്യാണം കഴിക്കാത്ത മറ്റൊന്നുമല്ല, എന്റെ കുട്ടികളാണല്ലോ, ഇവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിക്കാഞ്ഞത്. പക്ഷേ ഇവൻ അങ്ങനെയല്ലട്ടാ, ഇവൻ കലാപ്രവർത്തനമായിട്ടൊക്കെ നടക്കുന്ന ആളാണല്ലോ, ഗായകനൊക്കെ ആണല്ലോ. നിങ്ങളുടെ കല്യാണം ഞങ്ങൾ അടിപൊളിയായിട്ട് നടത്തും, മനോഹരമായി നടത്തും. അത് ഫിക്സ് ആക്കി കഴിഞ്ഞു, അതുകൊണ്ട് സന്തോഷമായിട്ട് പോയിക്കും. ഓക്കെ കുഞ്ഞോനെ, പറഞ്ഞ പോലെ. മന്ദാരമേ മന്ദാരമേ മായനീലാവത്ത് മഞ്ഞറ്റുറങ്ങ്. മന്ദാരമേ മന്ദാരമേ മായനീലാവത്ത് മഞ്ഞറ്റുറങ്ങ്. തിരികെ ഞാനെത്തും ഓർമ്മകൾ തരളം നിലവിൽ ചേർക്കണം. മന്ദാരമേ മന്ദാരമേ മായനീലാവത്ത് മഞ്ഞറ്റുറങ്ങ്. മന്ദാരമേ മന്ദാരമേ മായനീലാവത്ത് മഞ്ഞറ്റുറങ്ങ്. മരുഭൂവിൽ കാണുന്ന മരുപ്പച്ച പോൽ നീ അകലാതെ അടുത്തെങ്കിലോ, നീ പറയാതെ അറിയുന്ന വാക്കെങ്കിലും ഞാൻ കരുതുന്നു ഉള്ളിനുള്ളിൽ. തിരികെ ഞാനെത്തും ഓർമ്മകൾ തരളം
ചേർക്കണം. മന്ദാരമേ മന്ദാരമേ മായനീലാവത്ത് മഞ്ഞറ്റുറങ്ങ്. മന്ദാരമേ മന്ദാരമേ മായനീലാവത്ത് മഞ്ഞറ്റുറങ്ങ്. പാടുമ്പോൾ ഇടറുന്ന പാട്ടാണു നീ എൻ്റെ അഴലിൻ്റെ ആഴങ്ങളിൽ. വെയിലേറ്റുവാടുന്ന മനസ്സിൻ മണ്ണിൽ നീ പെയ്യുന്ന മുകിലാകുമോ? തിരികെ ഞാനെത്തും ഓർമ്മകൾ കരളം നിലവിൽ ചേർക്കണം. മന്ദാരമേ മായനീലാവത്ത് മഞ്ഞറ്റുറങ്ങ്. മന്ദാരമേ മന്ദാരമേ മായനീലാവത്ത് മഞ്ഞറ്റുറങ്ങ്. തിരികെ ഞാനെത്തും ഓർമ്മകൾ കരളം നിലവിൽ ചേർക്കണം. മന്ദാരമേ മായനീലാവത്ത് മഞ്ഞറ്റുറങ്ങ്. മന്ദാരമേ മന്ദാരമേ മായനീലാവത്ത് മഞ്ഞറ്റുറങ്ങ്. എടാ, നാട്ടുകാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് നമ്മൾ ഈ പൈസ കംപ്ലീറ്റ് നിന്റെ കയ്യിലാണ് ഉള്ളതെന്ന്. യഥാർത്ഥത്തിൽ നിന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഈ പൈസക്ക് മൊത്തം എവിടെ ചെന്നിക്കണം നിനക്കറിയാവോ? ആ എന്നാ അത് കേട്ടോ, അതൊക്കെ ഒരു ബോസിന്റെ കയ്യിലാണ് പൊന്നാര മോനെ. ബോസാ? ആ ഇനി അങ്ങനെ ഒരാളുണ്ടോ? ആ അത് തന്നെ, നീ അറിയാത്ത നമുക്കൊക്കെ മേലെ നമ്മൾ ആരും പരിചയപ്പെടാത്ത ഒരു ബോസ് ഉണ്ട് മോനെ. അങ്ങനെ ഒരാളുണ്ട്. എന്റെ വീട്ടിൽ പണി നടക്കുക, എനിക്ക് തിരിച്ചു പോകാൻ സമയമായി, എന്റെ വിസ കഴിയാറായിരുന്നേ. അതിന് ബോസ് വന്ന് പറയണ്ടേ? ആരീ ബോസ്? ഒന്ന് പറഞ്ഞ ആളുണ്ട്, ഇതൊന്നും മിണ്ടായിരിക്കുന്നു. എനിക്ക് എന്റെ പൈസ വേണം. ഞാൻ നിന്നെ വിശ്വസിച്ച പൈസ ഏൽപ്പിച്ചാണ്. നിന്റെ പൈസ ഒരു നയാ പൈസ ഇല്ലാതെ ഞാൻ തരും, ഉറപ്പാണ്. ആ എല്ലാരും കൂടെ ഒരു ദിവസം വരാൻ പറ്റുന്നുണ്ട്, ആ കൂട്ടത്തിലേക്കും പോരെ. അപ്പൊ എന്റെ പൈസ കിട്ടും? തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ ഒരു കാര്യം, ആരാണ് ഈ ബോസ്? ബോസാന്റെ ചെറുക്കാൻ പോയിക്കൊടുന്ന്. ബോസിനെ പറ്റി പറയാൻ നിൽക്ക, ചെക്കന് വെറുതെ തന്നെ പറയന്നെ. ആൾക്കാർക്ക് ബോസിനെ അറിയിട്ട് ഞാൻ തന്നെ നല്ലപോലെ കണ്ടിട്ടില്ല. എന്നിട്ടപ്പോ ഇയാളെന്താ ഇവിടെ? ഞാൻ വരണ അടുത്ത് പൊന്നാര മോനെ, അനക്ക് നല്ല മുറക്ക് തല്ല കിട്ടിയവരെ ഞാനിവിടെ അറിഞ്ഞിരിക്കണം. അടിച്ച ഒരു പരിവാക്കിയാണ്. ആ തെന്നക്കൻ എന്റെ ശരീരത്ത് കാണാനുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മളൊക്കെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാ നിനക്കറിയോ? ആ നമ്മളാരും അറിയാത്ത പല കഴിവുള്ള ഒരു വലിയ ശക്തി ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഐ മീൻ നമ്മുടെ ബോസ്. ബോസോ? ആ അതാരാ? ആ അതൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പൊ പറഞ്ഞില്ല. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. ആരാ? ഇപ്പൊ ഇവിടുന്ന് ഒരാൾ ഇറങ്ങിപ്പോയില്ലേ? ഏയ് അയാൾ ഇപ്പൊ ഇവിടുന്ന് പോയല്ലോ. അയാൾ പിന്നെ എങ്ങനെ ആവുക? അയാളെ വീട്ടിലേ ഞാൻ പെയിന്റും പണിക്ക് പോയിരുന്നു, ഒരു ഗൾഫേരൻ. അയാളാണോ ഈ ബോസ്? അയാൾ ഇപ്പൊ ഇവിടുന്ന് പോയല്ലോ. അയാളൊന്നും അല്ല മോനെ, അതുക്ക് മേലെ. ആ അങ്ങനെ പിന്നെ എന്റെ കാര്യം രക്ഷപ്പെടുത്തി കൂടെ? അതൊക്കെ പണിക്കരന്റെ കൂടെ ഉണ്ടല്ലോ, അതാണ് എന്റെ ഒരു സമാധാനം. മൂപ്പരും ഞാനും തമ്മിൽ ഒന്നാണ് ഗ്രഹിച്ചാ നടക്കാത്ത കാര്യം വല്ല ഉണ്ട് പൊന്നാര മോനെ. അത് മതി, എന്റെ കാര്യം പരിഗണിക്കണം. അത് ഞാൻ ഏറ്റടാ. ഞാൻ പോട്ടെ. ആ പിന്നെ അത് പിന്നോട് ചായ ഉണ്ടാക്കാൻ ആരുമില്ല, പോയിക്കോ. ഇപ്പൊ തൽക്കാലം പോയിക്കോ. എന്റെ പണിക്കരെ, നമ്മൾ ആകെ കുടുങ്ങിയിരിക്കുകയാണ്.
ചെക്കൻ ആ നാട്ടുപ്രമാണി പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗങ്ങൾ പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിലേ നമ്മളെല്ലാവരും തൂങ്ങും. ഒന്നും രണ്ടും അല്ല, കോടിക്കണക്കിന് ഉറുപ്പിയാണ് നമ്മൾ തട്ടിപ്പ് നടത്തിക്കുന്നത്. ഇതിൽ മൂന്നാമതൊരാളുണ്ട്. അയാളെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ തൽക്കാലം നമ്മളെ കാര്യം വല്ലതും പറ. ഒന്ന് രക്ഷപ്പെടാനുള്ള ഏർപ്പാട് വല്ലതും പറ. നോമ്പിടല്ലേ, നോം പരിഹാരം കാണും. എപ്പ ഇനി കൊറേ ഇങ്ങനെ നോന്ന് പറഞ്ഞ് ഇരിക്കല്ലാണ്ട് ഇതിങ്ങനെ ചങ്കില് കയറ് കൊടുക്കുന്ന നിൽക്കേണ്ടി വരുമോ? പരിഹാരം എന്ന് പറഞ്ഞാ പരിഹാരം ഉണ്ടാവും. അവര് നിന്റെ വീട്ടിൽ വരുമ്പോ നോം അവിടെ ഉണ്ടാവും. ഇനി ഇറങ്ങറാക്കരുത്, 4 പൈത മക്കളാണ്. ഹരിഗുരുവേ ചന്ദനം പൂശിയെ വേഗശിരോ വാല് വളഞ്ഞപെട്ടി 8 തലപ്പ് വിട്ട് അല്പനേരം ഈ കോമരത്തിന്മേൽ ഒഴിഞ്ഞു നിൽക്കും. ആവു, പൊടി മാറി, രക്ഷപ്പെട്ടു. എല്ലാം ശരിയാവും. നമ്മൾ കളി തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ. പണിക്കരെ, നിങ്ങളാണ് എൻ്റെ എല്ലാം. പൊന്നാര പണിക്കരെ, രക്ഷപ്പെട്ടു. നന്നായി വരും. എപ്പ നോക്കിയാലും കേൾക്കാലും മന്ദാരമേ പൊന്നാരം കളിക്കല്. എന്താണ് ചെയ്തിരിക്കണത് നിങ്ങളൊരു മന്ദാരം പറച്ചില്? ഈ പെണ്ണ് വന്നതിന് ശേഷം കുറച്ച് മന്ദാര കളി കൂടുതലവിടെ. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിക്കോളെ, എല്ലാം മന്ദാരം പുറത്തോളി. പോയിക്കോളെയാണ് എല്ലാ വാലപ്പ ഈ പാട്ടന്നെ ഉള്ളൂ, മന്ദാരമേ എന്നുള്ള. ഇതാ കുരിക്കൽ ബാബ വൈദ്യ ഏരിയ തോന്നുന്നുണ്ട്. സംഗതി ഇറ്റാണ്. കയറി വരും. ഞങ്ങളെ പ്രതീക്ഷ ഇരിക്കുക തന്നെയാണ്. മക്കളൊക്കെ ഞാൻ സൂത്രത്തിൽ പറഞ്ഞാച്ചി. വരി, ഇരിക്കേ ഉള്ള സ്ഥലത്ത് ഇരിക്കേ. മനുഷ്യനോട് വിശ്വാസവഞ്ചന ചെയ്താൽ അതിന് അവൻ അള്ളാഹുവിനാൽ ശിക്ഷിക്കപ്പെടും. സ്നേഹബന്ധം മനുഷ്യൻ അറിഞ്ഞിരിക്കണം, അത് പണത്തിന് വേണ്ടിയാവരുത്. അതിന് ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പഠിക്കുന്നു, അത് 10,000 വെച്ച് ഞാൻ കൊടുക്കുന്നു. ഇതിനപ്പുറം എന്താ? അതിന് തെറ്റ് ഞാനല്ല, ആളുകളാണ് തെറ്റുകാർ. ഇരിക്കേ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ആൾക്കാരാണ് പൈസ പഠിക്കണേ, ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾക്കറിയോ, 1,00,000 ഉറുപ്പ്യക്ക് 10,000 പ്രകാരം വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. ഇവരെ പോലത്തെ കുറെ ഏജന്റുമാർ അതിനെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൊടുക്കുന്ന ഞാനല്ല തെറ്റുകാരൻ, ഇവരെ തെറ്റുകാരൻ. അത് കൊടുക്കണ ഞാനാ തെറ്റുകാരൻ. എന്റെ പൊന്നു ഇസ്മായിൽക്ക, നിങ്ങളൊരു കാര്യം ചെയ്യുക. ആ നാട്ടുപ്രമാണിയുടെ കയ്യിൽ നിന്ന് 1 കോടി രൂപ ഞാൻ വാങ്ങിച്ചു തന്നില്ലേ, അതങ്ങോട്ട് തിരിച്ചു കൊടുക്കി. അതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എന്നാ പരിഹാരം ഉണ്ടാക്കി കൊടുക്കി പ്ലീസ്. എന്നൊരു കാര്യം ചെയ്യാം, നമ്മളിഞ്ഞ് താമസിക്കണ്ട. ഞാൻ മക്കളെ ഏതായാലും പറഞ്ഞാച്ചി, നമുക്ക് ബോസിന്റെ അടുത്ത് പോവാം. എല്ലാരും നിറ്റോളി. ആരാ നിങ്ങളുടെ ഈ ബോസ്? അതൊക്കെ കാണാൻ പോണ പോലും പറഞ്ഞറിയിക്കണം. നിങ്ങൾ നടക്കി, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നടക്കേ എന്നാ വാ. പണിക്കരേ, ദേഹവേദ എന്നെ രക്ഷിക്കണം. ഇവരെല്ലാരും വളഞ്ഞിട്ട് എന്നെ കൊങ്ങക്ക് പിടിച്ചിരിക്കുക. പണിക്കരെ, എന്നെ ലോക്കാക്കിക്കണവര്. സാമ്പത്തിക ഭദ്രത തളർന്നു കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ഇത്തരം ആളുകളെ പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ എന്റെ ബോസിനെ വിളിക്കട്ടെ. ഇനിയൊരു ബോസോ? അതാരാ? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കോടീശ്വരൻ ഞാൻ തന്നെ. ലോകത്ത് മുഴുവൻ വെട്ടിപ്പ് നടത്തി കോടീശ്വരനായവൻ ഞാൻ. നിങ്ങളുടെ മുഴുവൻ സംഖ്യയും നാളെ ഞാൻ തിരിച്ചു തരും. ഇന്നാണോ അതാ നാളെ? നാളെ എന്ന് പറഞ്ഞു, ഇന്ന് തിരിച്ചു തരും. എന്റെ പ്രിയപുത്രിയുടെ മംഗളോത്സവം ഇന്ന് സായാഹ്നത്തിൽ. നിങ്ങളെ മുഴുവൻ ആളുകളെയും ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങളാരും ഞെട്ടണ്ട, എനിക്ക് മീതെയും ഒരു ബോസ് ഉണ്ട്. നിങ്ങൾക്ക് മേലെ ഇഞ്ഞൊരു ബോസോ? ഞാനറിയാത്ത മറ്റേത് ബോസ്?